നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ 2025 കുംഭൻ രാശിക്കാരായ അവിട്ടമര, ചതയം, പുരോരുറ്റാതി, മുക്കാൽ ചേരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്നാണ്. ആദ്യം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥിതി പറയാം. വ്യാഴം വർഷത്തിന്റെ ആരംഭത്തിൽ നിങ്ങളുടെ 4-ാം ഭാവത്തിലാണ്. മെയ് 14-ന് വ്യാഴം നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് രാശി മാറും. അതുകൊണ്ട് തന്നെ വ്യാഴം വർഷം മുഴുവനും നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളാണ് കിട്ടുക. പറഞ്ഞാൽ പോസിറ്റീവ് ഫലങ്ങളാണ് വ്യാഴത്തിന്റെ വർഷം മുഴുവനും കിട്ടുക. നിങ്ങളുടെ രാശിയാധിപൻ ശനിയാണ്. ശനി വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ സ്വന്തം രാശിയിലാണ്, ലഗ്നത്തിലാണ്. ലഗ്നത്തിലുള്ള ശനി നിങ്ങൾക്ക് ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. മാർച്ച് 29, 2025 ശനി നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക്, ധനഭാവത്തിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങൾക്ക് 7.5 ശനിയുടെ അവസാന ഘട്ടം തുടങ്ങും. 2-ലുള്ള ശനി നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കും. രാഹു വർഷാരംഭത്തിൽ നിങ്ങളുടെ 2-ാം ഭാവത്തിലാണ്. മെയ് 18-ന് രാഹു വക്രഗതിയിൽ നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് രാശി മാറും. കേതു വർഷാരംഭത്തിൽ നിങ്ങളുടെ 8-ാം ഭാവത്തിലാണ്. മെയ് 18-ന് കേതു വക്രഗതിയിൽ നിങ്ങളുടെ 7-ാം ഭാവത്തിലേക്ക് രാശി മാറും. പുതുവർഷം 2025 നിങ്ങൾക്ക് കൂടുതൽ അനുകൂല ഫലങ്ങൾ കിട്ടുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾക്കുണ്ടായിരുന്ന ടെൻഷൻ, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും. ആത്മധൈര്യത്തോടെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് 2025 മെയ് 14 മുതൽ കൂടുതൽ നല്ലതാകും. ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ, അതുപോലെ പുതിയത് പഠിക്കാൻ, ഉന്നത പഠനത്തിന്, വിദേശ പഠനത്തിനൊക്കെ അനുകൂലമാണ്. മത്സര പരീക്ഷകളിൽ, ഇന്റർവ്യൂകളിലൊക്കെ വിജയിക്കാൻ പറ്റും. അതുപോലെ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കൊക്കെ പുതിയ നല്ല തൊഴിലവസരങ്ങളൊക്കെ കിട്ടാൻ അനുകൂലമാണ്. തൊഴിൽപരമായിട്ട് 2025 നിങ്ങൾക്ക് ചെയ്യുന്ന തൊഴിലിൽ കഠിന പ്രയത്നത്തോടെ തൊഴിൽ പുരോഗതി നേടാൻ സാധിക്കും. അതുപോലെ പുതിയ ജോലി കിട്ടാൻ, ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ, അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ജോലി കിട്ടാൻ, അതുപോലെ ജോലി പ്രൊമോഷൻ കിട്ടാനൊക്കെ മെയ് 14 മുതൽ കൂടുതൽ അനുകൂലമാണ്. ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് തുടക്കത്തിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെങ്കിലും മെയ് 14 മുതൽ ബിസിനസ്സിൽ കൂടുതൽ നല്ലതാകും. ബുദ്ധി ഉപയോഗിച്ച് മുന്നേറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വരുമാനവും ലാഭവും വർദ്ധിക്കും. ഒപ്പം നിങ്ങളുടെ ഭാഗ്യാധിപൻ ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. എല്ലാ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ബിസിനസ്സുകാർക്കും ചെയ്യുന്ന തൊഴിലിൽ നല്ല നേട്ടങ്ങളും ലാഭവും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കലാകാരന്മാർക്ക്, അതുപോലെ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾക്ക്, മാധ്യമരംഗത്ത്, എഴുത്തുകാർക്ക് ഒക്കെ നല്ല അവസരങ്ങൾ കിട്ടും. അതുപോലെ വീട് വയ്ക്കാൻ, വീട് മോടി പിടിപ്പിക്കാൻ, വസ്തു വാങ്ങാൻ, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൂടുതൽ അനുകൂലമായ വർഷമാണ്. മെയ് 14 മുതൽ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം വർദ്ധിക്കും. അതുപോലെ ദൈവാനുഗ്രഹം വർദ്ധിക്കും. വിവാഹ ഭാഗ്യം, സന്താന ഭാഗ്യം, അതുപോലെ സന്താന ഗുണം വർദ്ധിക്കും. പിന്നെ പുതിയ പ്രണയം കിട്ടാൻ, അതുപോലെ പുതിയ സുഹൃത്തുക്കളെ കിട്ടാനൊക്കെ അനുകൂലമാണ്. നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ നടക്കും. കുടുംബപരമായിട്ട് നിങ്ങൾക്ക് നല്ല കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബത്തിൽ സുഖവും സന്തോഷവും വർദ്ധിക്കും. ഭൗതിക സുഖം വർദ്ധിക്കും. കുടുംബാംഗങ്ങളുടെ, അതുപോലെ മറ്റുള്ളവരുടെ, പിന്നെ സുഹൃത്തുക്കളുടെ, മറ്റെല്ലാവരുടെയും സഹായ സഹകരണം കിട്ടാൻ തുടങ്ങും. യാത്രകൾ, ദീർഘദൂര യാത്രകൾ, ഉല്ലാസയാത്രകൾ, വിദേശയാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, ടെൻഷനൊക്കെ കുറഞ്ഞു തുടങ്ങും. ആരോഗ്യം നല്ലതാകും. എങ്കിലും വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ നിങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കണം. അതുപോലെ മൃഗങ്ങളായിട്ട് ഇടപെടുമ്പോഴൊക്കെ നിങ്ങൾ നല്ല ശ്രദ്ധ വേണം. രാഹു കേതു നിങ്ങൾക്ക് ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശത്രുക്കൾ വർദ്ധിക്കും. പിന്നെ തീരുമാനമെടുക്കുമ്പോൾ, സംസാരത്തിൽ, അതുപോലെ പങ്കാളിയായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ കലഹം വരാതെയൊക്കെ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കണം. ധനപരമായിട്ട് 2025 നിങ്ങൾക്ക് നല്ലതാകും. ധന അഭിവൃദ്ധി ഉണ്ടാകും. വരുമാനവും ലാഭവും വർദ്ധിക്കും. ഒന്നിൽ കൂടുതൽ ധനവരുമാനവും ലാഭവും ഉണ്ടാക്കാൻ സാധിക്കും. മറ്റെല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും. കടബാധ്യതകളൊക്കെ കുറഞ്ഞു തുടങ്ങും. സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും. ഇനി നിങ്ങൾ ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിൽ എള്ളുതിരി കത്തിക്കുന്നത്, പിന്നെ സർപ്പപ്രീതി വരുത്തുന്നത്, പിന്നെ മഹാഗണപതിയെ ആരാധിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ദോഷം മാറി ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.